വാങ്ങ ഇത് വാങ്ങ ഇത് 450. 230. ഇത്രയുണ്ട്. ലുലു മോളിൽ ഞാൻ ഇത് 250, 230. ലുലു മോളില് ആ വെള്ളം ഇത്രയും ചോദിച്ചു നോക്കൂ. അത് കൊള്ളായിരുന്നു. പക്ഷെ അത് എവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി നോക്കട്ടെ, ലാഭം തന്നെ വിഷുവിന് കണി വയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ണനെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ട് ഭയങ്കര വില കേട്ടോ. എന്നാൽ ഇന്നലെ കിച്ചു ആണെങ്കിൽ ലുലു മോളിൽ പോയപ്പോഴത്തേക്ക് ഇതൊക്കെയാണെങ്കിൽ 230 രൂപയെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വഴിയോര കച്ചവടക്കാരാകുമ്പോഴത്തേക്ക് വില കുറച്ച് കിട്ടും, നമുക്ക് നാളെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ അവിടെ എനിക്ക് ഷോപ്പിലും പോകണ്ട, അപ്പോൾ ഇവിടെ വന്ന് വാങ്ങാമെന്ന് അവളോട് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ട് അതിനേക്കാളും ഭയങ്കര വില. ഇതിനൊക്കെ 300 രൂപയാണ് അവൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു 250 കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും തരുന്നില്ല കേട്ടോ. 300 എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർക്കറിയാം വിഷു ആയതുകൊണ്ട് നമ്മൾ വാങ്ങിക്കും എന്നുള്ളത് അറിയാം. നമുക്ക് മുൻപേ ഒരാൾ വന്ന് നിന്നിട്ട് അവർക്ക് വില കുറച്ച് കൊടുക്കാത്തതുകൊണ്ട് അവർ വാങ്ങിക്കാതെ പോയി കേട്ടോ. എനിക്കാണെങ്കിൽ മുന്നേയൊക്കെ വെച്ച ഒരു കണ്ണനുണ്ടായിരുന്നേ, അത് നമ്മൾ നേരത്തെ ഒരു വാടക വീട്ടിൽ താമസിച്ചപ്പോൾ അതിനടുത്തുള്ളവർ വാങ്ങിയപ്പോൾ എനിക്കും കൂടെ വാങ്ങി തന്നതാണ്. നമ്മൾ വാടകയ്ക്ക് വീട് മാറുമ്പോൾ ഇങ്ങനെ കൊണ്ടൊക്കെ നടക്കുമല്ലോ, അപ്പോഴത്തേക്കാണെങ്കിൽ അതിൻ്റെ മൂക്കിൻ്റെ ഇവിടെ ശകലം പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മനസ്സിനൊരു തൃപ്തി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ വന്നത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവ എന്നെ ട്രോളുമാണ് കേട്ടോ, യൂട്യൂബിലുള്ള ആളാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിലുള്ള ആൾ എന്നെ നോക്കിക്കോ, ഞാനാണെങ്കിൽ ഇതെടുത്ത് യൂട്യൂബിലിടുമെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു യൂട്യൂബിലിടാൻ വേറെ ആളുകളും വരും, വില കുറച്ച് താന്ന് പറഞ്ഞിട്ട് വിലയൊന്നും കുറച്ച് തന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ നിൽക്കുവാണ്. ഞാനും ഇങ്ങനെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. 300 രൂപയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിലയാവണില്ലേ. അങ്ങനെ ഞാൻ നിൽക്കുകയാണ്. ഹിന്ദി ഇംഗ്ലീഷ് വില കുറച്ച് തരാം എങ്ങനെ പറ, അങ്ങോട്ട് പറഞ്ഞുപോട്. അത് കൊള്ളാല്ലേ, നല്ല ഭംഗി, നല്ല രസമുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട്. ഇത് 600 രൂപ. ഇത് ഈ വെള്ള ഇത് 800. ഇത് പിന്നെ 800 രൂപ. ഇത് ഇതിൻ്റെ സ്മോൾ ഉണ്ടോ? വെള്ളയുടെ സ്മോൾ. ഞാൻ നോക്കട്ടെ അവിടെ നമ്മളെ എന്തൊക്കെയോ പരദൂഷണം പറയണ പോയി. നോക്കട്ടെ പിടി അവിടെ. ഞാൻ നോക്കട്ടെ, ഞാൻ പറഞ്ഞു വില പറഞ്ഞു വാങ്ങിക്കട്ടെ. മാറി പിടി. കുട്ടി അത് പിന്നെ വാങ്ങ്, പിന്നെ 300 എങ്കിൽ ഇതെല്ലാം ഇത് തന്നെ സെയിം തന്നെ 300 രൂപ തന്നെ. ഓ ആ വെള്ളം എന്നാലും കൊള്ളായിരുന്നു. 250. ആ വെള്ള കുറച്ച് തരുമോ ചോദിച്ചു നോക്ക്. അമ്മ ആ വെള്ള 800 രൂപ. അത് കുറച്ച് തരുമോ ചോദിച്ചു. ഇവിടെ 600 തരാം. അത് സത്യം നല്ല അത് എടുത്തോ കൂട്ടി നോക്കിട്ട്
അതെടുത്തോ. അത് കൊള്ളാം, നോക്ക് നല്ല ഭംഗി കാണാൻ. കണ്ട അതെല്ലാം വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇത് അത് തട്ടിയിടരുത്. അല്ല അത് തന്നെ ഇടാത്. എവിടെ അത് കൊള്ളാം. 300 കൊടു. 300 300. പശു ഉണ്ട് അതില് പശു ഉണ്ട്, ഇതില് പശു ഇല്ല. അത് എവിടെ? അത് പശു ഉണ്ട്, അതിനെട്. പശു ഉള്ളതെട് 300 രൂപ. പശു ഉള്ളതെട്. മുഖം നോക്ക്. അത് തന്നെ കൊള്ളാം, അത് തന്നെ. അത് കൊള്ളാം, പക്ഷെ പശു ഇല്ല. പശുവിനല്ലേ പിന്നെ കാണേണ്ടത്. പിന്നെ പശു കൂടെ ഉള്ളതല്ലേ കാണേണ്ട. വേറെ ഇല്ല കളറിൽ പശു ഉള്ളത്. കൗ പിന്നെ ഇതിനെ തന്നെ ഇടാ. എന്നെ അവിടെ പോയി കണ്ണനെ കോട്. ചെറുത് അയ്യോ അത് കൊള്ളാം. ഇത് രണ്ടും കൂടെ എടുത്താ തരുമോ ചോദിക്കും കുറച്ച്. ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ. അവിടെ ഒരു മാമൻ വന്നപ്പോൾ മാമൻ പറഞ്ഞു ഇന്നലെ ഇവിടെ വേറെ പയ്യന്മാർ വെച്ചുകൊണ്ടിരുന്ന് വില കുറച്ചാണ് കൊടുത്തത് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ വേറെ എവിടെയെങ്കിലും പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരിടത്തും വേറെ ഒരിടത്തും ഇല്ല കേട്ടോ. വീണ്ടും ഇവിടെ തന്നെ തിരിച്ചു വന്നു. അവനോട് ചോദിച്ചു വില കുറച്ച് കൊടുക്കുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ വീണ്ടും അതേ പിടിയിൽ തന്നെ നിൽക്കുന്നു കേട്ടോ. പിന്നെ ഇനി വേറെ എവിടെ പോകാൻ, നേരം സന്ധ്യയായി വരുന്ന കേട്ടോ, ഇരുട്ടി തുടങ്ങി. അപ്പോൾ വിചാരിച്ചു പിന്നെ ഇനി ഒരിടവും കിട്ടത്തില്ല, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ഷോപ്പിൽ പോകണ്ട, അതുകൊണ്ട് ഇന്ന് വാങ്ങിയില്ലെങ്കിൽ പിന്നെ വാങ്ങിക്കാനും പറ്റത്തില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇതിവിടെ നീ എന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണേ. കുറഞ്ഞ് കൊടുക്കൂല എന്ന് പറയും ഇപ്പോഴത്തെ അമ്മ. പക്ഷെ നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ. മുഖം വേണം നമ്മൾ നോക്കിയെടുക്കാം. മുഖമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് അമ്മ അതാ വീണ്ടും കൊടുക്കുവോ, 150 200 രൂപയ്ക്കെങ്കിലും തരുമോ എന്നമ്മ ചോദിക്കണം. അപ്പം നോവേ. ലാസ്റ്റ് 250 രൂപയ്ക്ക് അമ്മ വാങ്ങിച്ചെന്ന് തോന്നുന്നു. ഇപ്പം അതാ കൃഷ്ണനെയും കൊണ്ട് ഇതാ അതാ വാങ്ങിച്ചിട്ട് ഇതാ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കും. നമ്മളിവിടെ അവിടെ കാറും ഇതുമൊക്കെ ഉണ്ട്. ഇത് പച്ചക്കറി കടയുണ്ട്. പിന്നെ ഇവിടെ തന്നെ അത് അങ്ങോട്ട് നോക്കുമ്പോൾ റോഡ് ഇപ്പോഴും ഭയങ്കര തിരക്കുള്ള റോഡാണ്. അപ്പോൾ ക്രോസ് ചെയ്യാനൊക്കെ പാടായിരിക്കും. അമ്മ വാങ്ങിച്ചതിന് ശേഷം ഇതാ വേറൊരാൾ ഓട്ടോയിൽ വന്നു.
അതിന് ശേഷം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അമ്മ വാങ്ങിച്ചതിന് ശേഷം. പാറശാല കൃഷ്ണൻകോവിലിന് ഓപ്പോസിറ്റായിട്ടാണ് ഇവർ കൊണ്ടിട്ട് ഇങ്ങനെ വിൽക്കുന്നത്. അപ്പോൾ 250 രൂപയ്ക്ക് എനിക്ക് തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. നേരെ ഏകദേശം സന്ധ്യയായി. ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി പണികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ നമ്മൾ കണ്ണനെയും വാങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതിനേക്കാളും ഭംഗിയുള്ള കണ്ണന്മാരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അയ്യോ, കണ്ടപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കേട്ടോ. കിച്ചു പറഞ്ഞു, അമ്മ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, 2 കണ്ണന്മാർ നമുക്ക് എന്തിന്, ഒരെണ്ണം വാങ്ങിയല്ലോ എന്ന്. അപ്പോൾ കിച്ചു പറഞ്ഞു, അതിന് ഇവിടെ തിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പൈസ കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അയാൾ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. എനിക്കാണെങ്കിലും വാങ്ങിക്കാതെ പോകാൻ മനസ്സും വന്നില്ല. കാരണം ഇയാൾ ചായ കുടിച്ചുകൊണ്ടിരുന്നേ. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ വാങ്ങിക്കാതെ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടം കേട്ടോ. അപ്പോൾ നമ്മൾ അയാളോട് ചോദിച്ചു, ഇതിനെ ഇവിടെ വെച്ചിട്ട്, പഴയതിനെ ഇവിടെ വെച്ചിട്ട് നമുക്കിത് തരുമോ എന്ന് ചോദിച്ചേ. അപ്പോഴാണെങ്കിൽ അയാൾ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, 250-നാണ് വാങ്ങിച്ചത്, 200 തന്നാൽ മതി എന്തൊക്കെയോ ഹിന്ദിയിൽ പറഞ്ഞു കേട്ടോ. ഒടുക്ക ലാസ്റ്റ് അയാൾ സമ്മതിച്ചേ. അങ്ങനെ നമ്മളാണെങ്കിൽ അതിനെ ഇവിടെ വെച്ചിട്ട്, ഇത് 500 രൂപയാണ് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ 300 രൂപ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇതിനെയും വാങ്ങിക്കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ. 300 നമ്മൾ 300 രൂപ തരണം. ഇനി നമ്മൾ അങ്ങോട്ട് 300 തരണോ? അപ്പോൾ ഇതെത്ര? ഇത് പോയിട്ട് ഇതിലേക്ക് സാൻപോട്ട് 400 പറ്റേരാ 400 ഇതിലേക്ക് പോയോ? ഇത് കൊണ്ടുപോവാനാ? ഇങ്ങനെ പോയോ 400 രൂപ തരാം. ഇത് കൊണ്ടുപോവാനാ? അയ്യോ, ഇത് വേണ്ട, ഇത് നമുക്ക് വേണ്ട. അതിന്റെ പൈസ കുറച്ചാ മതി, ഇതില് കുറച്ചാ മതി. അപ്പൊ 100 രൂപയ്ക്ക് ഇതുണ്ട്. ഇത് നിങ്ങൾക്ക് പോട്ടെ. ഞാൻ അവിടെ 250 250 വാങ്ങിയത്. അപ്പോൾ 200 ഇട്ടാ മതി. 200 ബാക്കി തരാ. ഇത് അങ്ങനെ ഇത് 200 ഇട്ടാ മതി. 200 ഇത്. അപ്പൊ ബാക്കി അങ്ങോട്ട് തരാം. ഇത് 500 ഇത് 500-ന്റെ റേറ്റാണ്. എന്തെങ്കിലും നമ്മള് രാത്രി വന്നതല്ലേ. കൊഞ്ചം കൂടെ കുറച്ച് തമിഴല്ല, ഹിന്ദിയാണ്. 250. ഇങ്ങത്താ മതിയെന്നേ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭം തന്നെ? ലാഭം. പിന്നെ ഇത് തന്നില്ലേ? ഞാൻ സത്യം ചെയ്ത് പറയും, ഇത് 250-ക്കാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഇത് വിറ്റ് പോകും. നോക്കിക്കോ. അതിന്റെ ഇടയിൽ വഴി ഉണ്ട്. അവിടെ ഇരിക്കട്ട്. നമ്മളെ കൃഷ്ണൻ ആരെയും കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ രാത്രിയായപ്പോഴത്തേക്ക് അലഞ്ഞു തിരിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഇതൊക്കെ വൃത്തിയാക്കി. ഒരുപാടുണ്ടായിരുന്നേ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഇത് പൂജാമുറിയാണ് കേട്ടോ. ഇവിടെ വിളക്കൊന്നും കത്തിക്കത്തില്ല. ഇഷ്ടമുള്ള ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ണനെയും കൂടെ കൊണ്ട് ഇരുത്തി കേട്ടോ.
മയിൽപ്പീലിയൊക്കെ ഞാൻ ഇന്ന് വാങ്ങിയതല്ല, അത് നേരത്തെ നമ്മുടെ ഷോപ്പിനടുത്തൂടെ ഒരാൾ വിൽക്കാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ദൈവങ്ങളുടെ കൂടെ കണ്ണനെയും കൂടെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. കണ്ണൻ്റെ അല്ലാതെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ട് ഇവിടെ.